ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലക്ഷ്യ സ്റ്റഡി സെന്റർ കോട്ടുകളിലെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്സിലെ മൂന്നാമത്തെ പാഠമായിട്ടുള്ള മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന പാഠം. ഏതാണ് പഠിക്കുന്നത്? മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന പാഠമാണ് എന്ത് ചെയ്യുന്നതെന്ന് പഠിക്കും. സാധ്യതകളുടെ ഗണിതം. നമ്മള് ഈ പാഠത്തില് പഠിക്കുന്നത് എന്താണ് സാധ്യത, അല്ലെങ്കിൽ എന്താണ് പ്രോബബിലിറ്റി, അല്ലെങ്കിൽ എന്താണ് പോസിബിലിറ്റി എന്നുള്ള കാര്യമാണ്. നമ്മൾ എന്തിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്? പ്രോബബിലിറ്റിയെ കുറിച്ചാണ്, സാധ്യതയെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മള് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ള കാര്യമാണ് എന്ത്? നമ്മുടെ കോയിൻ ടോസ് ചെയ്യുന്നത് അല്ലെ. നമ്മളെല്ലാം നാണയം ടോസ് ചെയ്യാറുണ്ടല്ലേ. ഒരു കോയിന് രണ്ട് മുഖങ്ങളാണല്ലോ. ഒരു ഹെഡ് എന്ന് പറയുന്ന മുഖമുണ്ട്, അതേപോലെ എന്തുണ്ട്? ടെയിൽ എന്ന് പറയുന്ന മറ്റൊരു മുഖമുണ്ട്. അപ്പൊ എന്താണ്? ഒരു കോയിന് രണ്ട് മുഖങ്ങളാണ്. അതൊക്കെ ഹെഡ് എന്ന് പറയുന്ന ഒരു മുഖമുണ്ട്, അതേപോലെ എന്തുണ്ട്? ടെയിൽ എന്ന് പറയുന്ന മുഖം. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ ശതമാനത്തിലോട്ട് മാറ്റി നോക്കാം അല്ലെ. നമ്മളെ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാല് ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ എന്താണ് ടെയിൽ എന്ന് പറഞ്ഞിരുന്നു. ഇനി ആ ഹെഡും ടെയിലും കൂടി ചേരുമ്പോഴുള്ള ശതമാനം എത്രയായിരിക്കും? 100% ആണ്, 100% ആണല്ലോ, സംശയമില്ലല്ലോ. ഇത് നോക്കിക്കേ, അതിൽ ഹെഡ് ആകാനായിട്ടുള്ള സാധ്യത നമ്മൾ പറഞ്ഞു ഒന്നുകിൽ എന്തായിരിക്കാം? ഹെഡ് അല്ലെങ്കിൽ എന്തായിരിക്കാം? ടെയിൽ. അതിൽ ഹെഡ് വീഴുന്ന സാധ്യത എന്തായിരിക്കും? നേരെ പകുതി അല്ലേ. ദാറ്റ് മീൻസ് 50%, 50% അല്ലെ. ഇനി ടെയിൽ വീഴുന്ന സാധ്യത അത് എത്ര തന്നെയാണ്? 50% ആ. ആ 2% അല്ലെങ്കിൽ എന്താണ് ഹെഡിന്റെ ചാൻസും ടെയിലിന്റെ ചാൻസും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100% കിട്ടും ആണോ. ഈ ശതമാനത്തിലുള്ള നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കിക്കേ. 100% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 എടുക്കാം അല്ലെ. ഇപ്പൊ ടോട്ടൽ അല്ലെ. ഇപ്പൊ നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി എത്രയായി? 1 സങ്കല്പിക്കുക അല്ലെ. 1 എടുക്കാം അല്ലെ. എങ്കില് ഹെഡ് വരാനുള്ള സാധ്യത എത്രയാണ്? 50% അല്ലെ. ഈ 50% നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റി നമുക്ക് എഴുതാൻ പറ്റും 1/2, 2/1 ആണോ. ഇവിടെ എത്ര എത്രയാണ് ടെയിലിന്റെ ഫ്രാക്ഷൻ എഴുതി കഴിഞ്ഞാലോ 50% ആണ്. അപ്പൊ 50% തുല്യമായിട്ടുള്ള ഫ്രാക്ഷൻ ആക്കുമ്പോൾ എത്ര വരും? 1/2 വരും. എന്ന് പറഞ്ഞാല് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ആ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഇവന്റ്സ് ആണ് കിട്ടുന്നത്. എന്തൊക്കെയാണ്? ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ എന്ത്? ടെയില്. ഇനി ഹെഡ് വീഴാനുള്ള ചാൻസ് ആണ് എത്ര? 1/2. ഇനി ടെയില് വീഴാനുള്ള ചാൻസോ 1/2 അല്ലെ. നോക്കിക്കേ, ഒന്നുകിൽ പറയാം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു the event we need, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധ്യത ഡിവൈഡ് ബൈ ടോട്ടൽ ഇവന്റ്സ്, ആകെ സാധ്യത. നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ ആകെ സാധ്യത എത്രയാണ്? 2 ആണ് ആകെ സാധ്യത അല്ലെ. ഒരു ഹെഡും പിന്നെ എന്താണ് ഒരു ടെയിലും അടങ്ങുന്ന 2 എന്ന് പറയുന്നതാണ് ടോട്ടൽ സാധ്യത. അതിൽ നമുക്ക് വേണ്ടത് ഹെഡ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എന്ത്? ഹെഡ് വീഴാനുള്ള സാധ്യത എത്രയാണ്? ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെഡ് ആകാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ ഹെഡിന്റെ സാധ്യത ഡിവൈഡ് ബൈ എന്ത്? ടോട്ടൽ സാധ്യത ആണല്ലോ. ഹെഡിന്റെ സാധ്യത എത്രയാണ്? ഒരു ഹെഡല്ലേ വീഴും ഒരു കോയിൻ ടോസ് കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ ടോട്ടൽ സാധ്യത എന്താണ്? ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ എന്ത്? ടെയിൽ. അപ്പൊ രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്രയായി? 1 + 1 2 ആയി. ഇതല്ലേ ഉത്തരം? അതാണ് നമ്മൾ ഈ രീതിയിൽ എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കാം, പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? നമ്മുടെ ഇവന്റ്സ് വി നീഡ് ഡിവൈഡ് ബൈ ദ ടോട്ടൽ ഇവന്റ്സ്, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധ്യത ഡിവൈഡ് ബൈ ആകെ സാധ്യത, അല്ലെങ്കിൽ ആകെ ഇവന്റ്സ് അല്ലെങ്കിൽ ആകെ സംഭവങ്ങൾ എന്നൊക്കെ പറയാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവം ഡിവൈഡ് ബൈ എന്താണ്? ടോട്ടൽ സംഭവം. നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഇത് എന്തിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത്? കോയിന്റെ കാര്യത്തിലാണ്, കോയിൻ ടോസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് അല്ലെ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബോക്സ് കണ്ടെയ്ൻസ് 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബാൾസ്. എന്തുണ്ട്? ഒരു പെട്ടിയില് 6 കറുത്ത പന്തുകളും 4 വെള്ള പന്തുകളും ആണല്ലോ. ഇഫ് വൺ ബാൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്, നമ്മൾ എന്താണ് കണ്ണടച്ചുകൊണ്ട് അതിൽ നിന്ന് ആ പെട്ടിയിൽ നിന്ന് ഒരു പന്ത് എടുത്തു കഴിയുമ്പോൾ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ബ്ലാക്ക്, അത് കറുത്ത പന്ത് ആകാനായിട്ടുള്ള സാധ്യത എന്താണ്? എന്താണ് ക്വസ്റ്റ്യൻ? നമ്മുടെ കണ്ണടച്ചുകൊണ്ട് എടുക്കുന്ന പന്ത് എന്താകണം? കറുത്തത് ആകാനായിട്ടുള്ള സാധ്യത എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് വൈറ്റ്, അത് വെള്ളപ്പന്താകാനായിട്ടുള്ള സാധ്യത എന്താണ്? അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമ്മള് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പെട്ടിയാണ് പറയുന്നത്. ആ പെട്ടിക്കകത്തുന്നുണ്ട് 2 തരത്തിലുള്ള ബോളുകളുണ്ട്. കറുപ്പുമുണ്ട് വെളുപ്പുമുണ്ട്. കറുത്തത് എത്ര എണ്ണം? 6 എണ്ണം.
വെളുത്തതോ 4 എണ്ണം. നമുക്ക് ആ ഒരു ഫിഗർ ഒരു ഫിഗർ വരച്ച് നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് വിചാരിക്കുക. ആ ബോക്സില് ബ്ലാക്ക് ബോൾസും ഉണ്ട്, അതേപോലെ എന്തുണ്ട് വൈറ്റ് ബോൾസും ഉണ്ട് അല്ലെ. ബ്ലാക്ക് ബോൾസിന് ബി എന്ന് സൂചിപ്പിക്കും. എത്ര പന്തുണ്ട് ബ്ലാക്ക്? 6 ഉണ്ട്. ഇനി വൈറ്റ് എത്ര എണ്ണം ഉണ്ട്? വൈറ്റ് 4 എണ്ണമാണ് അല്ലെ. ഇനി നമ്മളിത് പറയാണ് കണ്ണടച്ചുകൊണ്ട് എന്തെടുക്കണം? ഇതിൽ നിന്നും ഒരു പന്ത് എടുക്കണം അല്ലെ. കണ്ണടച്ചുകൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് എന്താവാം? അത് കറുത്തതാകാം വെളുത്തതാകാം അല്ലെ. നമുക്ക് ഇഷ്ടം എടുക്കാൻ പറ്റൂല. നമ്മൾ എടുക്കുന്നത് എന്താവും? ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ എന്താവും വെളുപ്പ്. ആ ഒരു സ്ഥിതിയല്ലേ ഉണ്ടാവും. നോക്കാം. കണ്ണടക്കുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അത് എന്താകണം? ഇറ്റ് ബീങ് ബ്ലാക്ക്, അത് കറുത്തതാകാനായിട്ടുള്ള സാധ്യത എന്താണ് അല്ലെ. ആ എടുക്കുന്ന പന്ത് എന്താകണം? കറുത്തതാകാനായിട്ടുള്ള സാധ്യത എന്താണ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രോപ്പർ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ടോട്ടൽ ബോൾസിന്റെ എണ്ണം എത്രയാണ്? 10 എണ്ണമാണ് അല്ലെ. ആകെ പന്ത് 10. അതിൽ എത്ര എണ്ണമാണ് കറുപ്പുള്ളത്? 6. അതിൽ എത്ര എണ്ണമാണ് വെളുപ്പുള്ളത്? 4 അല്ലെ. പ്രോപ്പർട്ടി ചെയ്യുന്ന സമയത്ത് പ്രോബബിലിറ്റി ഓഫ് എന്തിന്റെ പ്രോബബിലിറ്റി എഴുതുന്നത്? പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾസ് അല്ലെ. കറുപ്പ് പന്താകാനായിട്ടുള്ള സാധ്യത നമ്മൾ എഴുതുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡിവൈഡ് ബൈ ടോട്ടൽ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്തിനാണ്? ബ്ലാക്കിന്റെ എണ്ണം എത്രയാണ്? 6 ഡിവൈഡ് ബൈ എത്ര? നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള എത്ര? 6 4 10 പന്തുകൾ. 6 ഡിവൈഡ് ബൈ 10. അതാണ് എന്തിന്റെ പ്രോബബിലിറ്റി? നമ്മൾ എടുക്കുന്ന പന്ത് എന്താകാനായിട്ടുള്ള സാധ്യത? കറുപ്പ് ആകാനായിട്ടുള്ള സാധ്യത. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ എടുക്കുന്ന പന്ത് എന്താകണം? വൈറ്റ് ആകണം. അതിനുള്ള സാധ്യത എഴുതല്ലേ. പ്രോബബിലിറ്റി ഓഫ് എന്ത്? വൈറ്റ് ബാൾസ്. വൈറ്റ് ബാൾസിന്റെ പ്രോബബിലിറ്റി അല്ലെ. വൈറ്റ് ബാൾസിന്റെ പ്രോബബിലിറ്റി ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഇനി വൈറ്റ് ബാൾസ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. 4 4 ഡിവൈഡ് ബൈ 10. ഇനി നിങ്ങൾ നോക്കിക്കേ, ടോട്ടൽ പ്രോബബിലിറ്റി എത്രയായിരിക്കും? ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആകെ സാധ്യത എന്ന് പറയുന്നത് എത്രയായിരിക്കും? രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ. ഇതില് കറുപ്പും ഉണ്ട് വെളുപ്പും ഉണ്ട്. വേറെ എന്തെങ്കിലും നിറം ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? അതിന്റെ പന്തിന്റെ ആകെ സാധ്യത കിട്ടത്തില്ലേ? അതായത് 6/10 ബ്ലാക്കിന്റെതും 4/10 വൈറ്റിന്റെയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10/10 കിട്ടും. 10/10 എന്ന് പറയുന്നത് എന്താണ്? 1. അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. എന്താണ്? ടോട്ടൽ പ്രോബബിലിറ്റി എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. നിങ്ങൾ നോക്കുക, നമ്മൾ പറഞ്ഞതാ ഇതിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണെന്ന് പറഞ്ഞു. സംശയമില്ലല്ലോ ആ കാര്യത്തില്. അതില് ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി എത്രയാണ്? 6/10 ആണ് അല്ലെ. 6/10 ആണ് ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി. അപ്പം പറഞ്ഞു ടോട്ടൽ 1 ആണ്, ബ്ലാക്കിന്റേത് 6/10 ആണ്. അപ്പൊ ടോട്ടലിൽ നിന്നും ബ്ലാക്കിന്റേത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? വൈറ്റിന്റെ കിട്ടണം. ആണ് 6ഉം 4ഉം ആണ് 10 ആണല്ലോ. അതില് 6 ആണ് എന്ത് വന്നത്? ബ്ലാക്ക് വന്നത്. 4 എന്തിനാണ്? വൈറ്റ് ആണല്ലോ. അതേപോലെ നോക്കിക്കേ, ടോട്ടല് 10/10 അല്ലെങ്കിൽ 1. അതിൽ ബ്ലാക്കിനെ സൂചിപ്പിക്കുന്നത് എത്രയാണ്? 6/10 ആണ്. അപ്പൊ ടോട്ടലിൽ നിന്ന് ബ്ലാക്കിന്റേത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തിന്റെ കിട്ടണം? വൈറ്റിന്റെ കിട്ടും. നോക്കാം. ടോട്ടൽ 1 അല്ലേ. 1 മൈനസ് എന്തിന്റെ? ബ്ലാക്കിന്റെ നമ്മൾ കുറയ്ക്കുന്നു. 6/10 കുറയ്ക്കുന്നു. നോക്കിക്കേ, 1 അല്ലേ. ഡിനോമിനേറ്റർ എത്രയാണ്? 10 ആണ് അല്ലെ. അപ്പൊ ഒന്നിന് നമ്മൾ മാറ്റി എഴുതുന്നത് 10/10 എന്ന് എഴുതുന്നു. രണ്ടാമത്തെ സംഖ്യയുടെ എന്ത് ഡിനോമിനേറ്റർ തുല്യമായിട്ട് എഴുതി. 10/10 മൈനസ് എന്ത്? 10/6 ചെയ്ത് നോക്കിക്കേ. ഒരേ ഡിനോമിനേറ്റർ 10 കൊടുത്തു, ന്യൂമറേറ്റർ തമ്മിൽ കുറയ്ക്കുന്നു. എത്ര കിട്ടി? 4 കിട്ടി. ഈ 4 എന്ന് പറയുന്നത് എന്തിന്റെ പ്രോബബിലിറ്റി ആണ്? നമ്മുടെ വൈറ്റിന്റെ പ്രോബബിലിറ്റി അല്ലേ. വൈറ്റിന്റെ പി ഓഫ് വൈറ്റിന്റെ പ്രോബബിലിറ്റി അല്ലേ. വൈറ്റിന്റെ പ്രോബബിലിറ്റിക്ക് തുല്യമായി. നോക്കിക്കേ, അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്നും നമുക്കറിയാവുന്നത് ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈറ്റിന്റെ പ്രോബബിലിറ്റി കിട്ടി അല്ലെ. അതേപോലെ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്, അതിൽ നിന്ന് വൈറ്റിനെ കുറച്ച് നമുക്ക് എന്തിന്റെ കിട്ടും? ബ്ലാക്കിന്റെ പ്രോബബിലിറ്റിയും കിട്ടും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി എല്ലായ്പ്പോഴും എത്രയിലായിരിക്കും കണക്കാക്കുന്നത്? 1 ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? There are 3 red balls and 7 white balls in a pair, 8 red and 6 white balls in another. അതായത് ഒരു പെട്ടിയില് 3 ചുമന്ന പന്തുകളും 7 വെള്ള പന്തുകളും ആണല്ലോ. ആദ്യത്തെ പെട്ടിയിൽ എത്ര? 3 ചുമന്ന പന്തുകളും 7 എന്തുണ്ട്? വെള്ള പന്തുകളും ഉണ്ട്. രണ്ടാമത്തെ പെട്ടിയില് 8 ചുമന്ന പന്തുകളും 6 എന്തുണ്ട്? വെള്ള പന്തുകളും ഉണ്ട്. ശ്രദ്ധിക്കുക, 2 ബോക്സിൽ ഇവിടെ പറയുന്നുണ്ട്. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ വ്യത്യസ്തമാണ്, ഒരു ബോക്സും കൂടി അധികമുണ്ട്. ഇനി നോക്കിക്കേ, നമ്മുടെ എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബാൾ ഫ്രം ദി ഫസ്റ്റ് ബാഗ്? ആദ്യത്തെ ബാഗിൽ നിന്നും നമ്മൾ കണ്ണടച്ചുകൊണ്ട് നേരത്തെ ചെയ്ത രീതിയിൽ എന്ത് ചെയ്യണം? ഒരു പന്ത് എടുക്കുകയാണ്. ആ പന്ത് എടുക്കുന്ന സമയത്ത് ആ പന്ത് എന്ത് നിറമുള്ളതായിരിക്കണം? ചുമന്ന നിറത്തിലുള്ള പന്താകാനായിട്ടുള്ള സാധ്യത എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ബാഗിൽ നിന്നും പന്തെടുക്കുന്നു.
ആ സമയത്ത് എന്താണ് ആ ബാഗിൽ നിൽക്കുന്ന പന്ത് എന്താകണം ചുവപ്പ് വരാനുള്ള സാധ്യത എന്താണ് അതാണ് ബി പാർട്ട് ക്വസ്റ്റ്യൻ. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ് ഇഫ് ഓൾ ദി ബാൾസ് ആർ പുട്ട് ടുഗദർ നമ്മൾ എന്ത് ചെയ്യാം ഈ എല്ലാ പന്തിനെയും കൂടി ഒരുമിച്ച് ഒരു പെട്ടിയിലേക്ക് കാണിക്കും എന്നിട്ടോ അതിൽ നിന്ന് ഒരു പന്ത് എടുക്കുന്നു അതെന്താകണം ചുമന്ന പന്താകാനായിട്ടുള്ള സാധ്യത എന്താണ് നിങ്ങളുടെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് എത്ര 2 പെട്ടികളല്ലേ നമ്മൾ 2 പെട്ടികൾ എന്ന് റെപ്രസെന്റ് ചെയ്യും 2 പെട്ടികളുണ്ട് ആണല്ലോ. ഫസ്റ്റ് പെട്ടിയിൽ എത്ര പന്താ ഉള്ളത് റെഡ് ബോളുകൾ 3 വൈറ്റ് ബോളുകൾ 7 സംശയമില്ലല്ലോ. ഇനി രണ്ടാമത്തെ പെട്ടിയിൽ റെഡ് ബാളുകൾ 8 വൈറ്റ് ബാളുകൾ 6 സംശയമില്ലല്ലോ. ഇനി ആദ്യത്തെ പെട്ടിയിൽ ആകെ എത്ര പന്തുകളുണ്ട് 7 3 10 പന്തുകൾ. രണ്ടാമത്തിനകത്തോ 14 പന്തുകൾ. ഇത്രയും കാര്യം നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റും അല്ലെ. ഇനി നമുക്ക് എ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നമ്മൾ ആദ്യത്തെ പെട്ടിയിൽ നിന്നും ഒരു പന്ത് എടുക്കുകയാണ് കണ്ണടച്ചുകൊണ്ട് അതെന്താകണം ചുമന്ന പന്താകാനായിട്ടുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ ആദ്യത്തെ പെട്ടിയിൽ നിന്ന് ഒരു പന്ത് എടുക്കുന്നു അതെന്താകണം ചുമപ്പാകാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് എന്തിന്റെ പ്രോബബിലിറ്റി പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് റെഡ് ബാൾ അതെന്താകണം റെഡ് ബാൾ ആകാനുള്ള സാധ്യത എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞു നമുക്ക് എന്താ എഴുതേണ്ടത് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ എന്താണ് ടോട്ടൽ ഔട്ട്കം. നമുക്ക് ആവശ്യമുള്ള സംഭവം അതേ ഡിവൈഡ് ബൈ എന്താണ് ടോട്ടൽ ആയിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ എന്തിനെയാണ് റെഡിനെ അല്ലേ. റെഡ് എത്ര എണ്ണം ഉണ്ട് 3 ഉണ്ട് അതേ ഡിവൈഡ് ബൈ ആ പെട്ടിയിലെ ടോട്ടൽ പന്തുകൾ എത്ര എണ്ണമാണ് 10 ആണ് 3/10. ഇതല്ലേ നമ്മുടെ ഫസ്റ്റത്തെ പ്രോബബിലിറ്റി എന്തിന്റെ പ്രോബബിലിറ്റി ചുമന്ന പന്ത് വരാനുള്ള പ്രോബബിലിറ്റി. ഇനി നമ്മൾ ഇതേ സംഭവം എവിടെ ചെയ്യുകയാണ് രണ്ടാമത്തെ പെട്ടിയിൽ ചെയ്യുകയാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും പ്രോബബിലിറ്റി ഓഫ് അതേപോലെ റെഡ് ബാളിന്റെ പ്രോബബിലിറ്റി ആണ് എഴുതുന്നത്. അതുപോലെ ചെയ്യുമ്പോൾ എന്താണ് രണ്ടാമത്തെ പെട്ടിയിൽ ആകെ എത്ര പന്തുണ്ട് 14 പന്തുണ്ട് സംശയമില്ലല്ലോ. അതില് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എത്ര എണ്ണമാണുള്ളത് റെഡ് അതായത് നമുക്ക് ഫേവറബിൾ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് റെഡിനെയാണ്. അത് എത്ര എണ്ണം ഉണ്ട് 8 8/14. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ചെറുതാക്കി എഴുതാം അല്ലെ സ്മോളസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. ആവശ്യമുണ്ടെങ്കിൽ എഴുതാം നിങ്ങൾ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ. നമ്മൾ ഈ എല്ലാ പന്തിനെയും കൂടി എന്ത് ചെയ്യാം ഒരുമിച്ച് മറ്റൊരു പെട്ടിയിലോട്ട് ആക്കുക. അതാ നോക്കിക്കേ എല്ലാ പന്തിനോട് ഒരുമിച്ച് എന്താക്കി ഒരു പെട്ടിയിലോട്ട് ആക്കി. അപ്പോൾ റെഡ് ഇവിടെ എത്ര എണ്ണം ഉണ്ട് 3 എണ്ണം ഉണ്ട് അവിടെ എത്ര എണ്ണം ഉണ്ട് 8 ഉണ്ട്. അപ്പൊ 8 3 എത്രയായി 11 ആയി സംശയമില്ലല്ലോ. ഇവിടെ വൈറ്റ് എത്ര ഉണ്ടായിരുന്നത് 7 ഉണ്ട് ആദ്യത്തെ പെട്ടി. രണ്ടാമത്തെ പെട്ടിയിലോ 6 ഒരുമിച്ചിട്ട് എത്രയായി 13 ആയി. ഇനി ടോട്ടൽ എണ്ണത്തിലോ വ്യത്യാസം ഉണ്ടാവുമല്ലോ. എത്ര വ്യത്യാസം കൂടിയപ്പോ എത്രയായിട്ട് മാറി 24 ആയിട്ട് മാറി സംശയമില്ലല്ലോ. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത് പന്ത് എടുക്കുന്നത്. അത് എന്താകണം ചുമന്ന പന്താകാനായിട്ടുള്ള സാധ്യതയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതാ നേരത്തെ പോലെ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എന്താണ് റെഡ് എന്ന് എഴുതുന്നു. അവിടെ നോക്കിക്കേ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് ടോട്ടൽ ഔട്ട്കമ്മിന് നമ്മൾ എന്തായിട്ട് എഴുതും ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും അല്ലെ. അതായത് ഛേദമായിട്ട് എഴുതും. അപ്പൊ എത്രയാണ് ടോട്ടൽ 24 ആണ്. ഇനി ന്യൂമറേറ്ററിൽ നമ്മൾ എന്താ എഴുതുന്നത് ന്യൂമറേറ്റർ നമ്മൾ എഴുതുന്നത് നമുക്ക് എന്താണോ ആവശ്യം അതിനെയാണ് എഴുതുന്നത് അല്ലെ. നമുക്ക് ആവശ്യമുള്ള ഇവന്റ് നമ്മൾ ആവശ്യമുള്ള ഇവന്റ് ഏതാ റെഡ് അല്ലേ. അത് എത്ര എണ്ണം ഉണ്ട് 11 എണ്ണം. അപ്പൊ 11 ഡിവൈഡ് ബൈ എന്താണ് 24. നമ്മൾ ആലോചിക്കാം ആദ്യ ക്വസ്റ്റ്യൻ പറഞ്ഞത് 2 പെട്ടികളുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആദ്യത്തെ പെട്ടിയിൽ ചുവപ്പെടുക്കുള്ള പ്രോബബിലിറ്റി കണ്ടെത്തി. ഇപ്പൊ ആ ടോട്ടൽ എണ്ണം ഉണ്ട് അത് നമ്മൾ എന്ത് ചെയ്തു ഡിനോമിനേറ്ററിൽ എഴുതി. ഇനി നമുക്ക് എന്തിനാണോ ആവശ്യം അതിനെ നമ്മൾ എന്ത് ചെയ്തു ന്യൂമറേറ്ററിൽ എഴുതി അല്ലെ. 3/10 വന്നു. അടുത്ത പെട്ടി എടുത്തപ്പോൾ എത്ര വന്നു 8/14 വന്നു. ഇനി എന്താണ് വന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ച് ആക്കുമ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് എണ്ണത്തിൽ വ്യത്യാസം ഉണ്ട് എണ്ണം വർദ്ധിക്കും അല്ലെ. ആ വർദ്ധിച്ചപ്പോൾ എത്രയായിട്ട് മാറി ടോട്ടൽ പന്തുകൾ 24 ആയി. അത് ഡിനോമിനേറ്ററിൽ എഴുതി വ്യത്യാസമില്ലല്ലോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്തിനെയാണ് റെഡിനെയാണ്. അതിന്റെ എണ്ണം എത്രയാണ് 11 അല്ലേ. അതിനെന്ത് ചെയ്തു ന്യൂമറേറ്ററിലും എഴുതി. ഇത്രയും കാര്യമാണ് നമ്മൾ ചെയ്തത്. ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് one is asked to say a 2-digit number. ഒരാളോട് എന്ത് പറഞ്ഞു ഒരു 2 അക്ക സംഖ്യ പറയാനായിട്ട് പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയണം എന്താ ഒരു 2 അക്ക സംഖ്യ നിങ്ങൾ പറയുമെന്ന് പറഞ്ഞു. എന്താണ് എന്റെ ബാക്കി ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഇറ്റ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ. അതെന്താവണം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാനായിട്ടുള്ള സാധ്യത എന്താണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകാനായിട്ടുള്ള സാധ്യത എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒരാൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ള സംഖ്യ പറയുന്നു 2 അക്ക സംഖ്യ പറയാനായിട്ട് ആവശ്യപ്പെട്ടു. നിങ്ങൾ പറയുന്ന സംഖ്യ എന്താകണം പെർഫെക്റ്റ് സ്ക്വയർ ആകാനായിട്ടുള്ള സാധ്യത എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മള് ക്വസ്റ്റ്യനോട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇതേപോലെ ക്വസ്റ്റ്യൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലേ. 2 ഡിജിറ്റ് നമ്പറിന്റെ കാര്യം നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിൽ പരിചയപ്പെട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ആദ്യം എന്ന് പറയാം. നോക്കിയേ ഇപ്പൊ 2 അക്ക സംഖ്യകളാണ് അല്ലെ.
അപ്പൊ രണ്ടക്ക സംഖ്യകൾ എവിടുന്ന് എവിടം വരെ നമ്മൾ ആലോചിക്കുന്നത്? രണ്ടക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ എവിടെയാണ്? 10 ആണല്ലേ ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ. ഇനി ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ എത്രയാണ്? 99 ആണ് അല്ലെ. അപ്പൊ 10ഉം എന്താണ് 99 എന്ത് ചെയ്യുക? 10 മുതൽ 99 വരെയുള്ള സംഖ്യകളാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ തന്നെ എന്താകണം? പെർഫെക്റ്റ് സ്ക്വയർ ആകുന്ന സംഖ്യകൾക്കാണ് നമുക്കിവിടെ പ്രാധാന്യം. ഇനി ഈ 10 മുതൽ 99 വരെ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് അറിയണ്ടേ? 10 മുതൽ 99 വരെ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് അറിയാം. അപ്പൊ നോക്കിയേ, ഇവിടെ 1 മുതലുള്ള സംഖ്യകളാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, 1 മുതൽ അല്ലെങ്കിൽ ഈ സംഖ്യകളുടെ വ്യത്യാസം കണ്ടുപിടിക്കുക. അതായത് 99 നിന്നും 10 എന്ത് ചെയ്യുക? കുറയ്ക്കുക, then പ്ലസ് 1, എന്നിട്ട് എന്ത് ചെയ്യുക? 1 കൂട്ടുക. അപ്പൊ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 89 കിട്ടും. പ്ലസ് 1 ആകുമ്പോൾ എത്ര കിട്ടും? 90. അതായത് 10 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ട്? 90 സംഖ്യകളുണ്ട് ആണോ? അപ്പൊ നമ്മുടെ ടോട്ടൽ ഔട്ട്കം അപ്പൊ എത്രയായി? 90 ആണ്. അപ്പൊ 10നും 99നും ഇടയിൽ 90 സംഖ്യ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതിൽ എത്ര എണ്ണം എന്തുണ്ട്? പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള സംഖ്യകളുണ്ട് അല്ലെ. പെർഫെക്റ്റ് സ്ക്വയർ നോക്കുന്ന സമയത്ത് ഏതൊക്കെയുണ്ട്? 16 വരും അല്ലെ. 16 രണ്ടക്ക സംഖ്യയാണ്. എന്തിന്റെ സ്ക്വയർ ആ 16 എന്ന് പറയുന്നത്? 4ന്റെ സ്ക്വയർ ആണ് 16. ഇനി ഏത് വരും? 25 വരാം അല്ലെ. 25 എന്തിന്റെ സ്ക്വയർ ആണ്? 5ന്റെ സ്ക്വയർ ആണ്. ഇനി അടുത്ത എത്ര വരും? 6ന്റെ സ്ക്വയർ ഉണ്ട്. 6ന്റെ സ്ക്വയർ എത്രയുണ്ട്? 36 ആണ് 6ന്റെ സ്ക്വയർ. അതും വരാം. ഇനി അടുത്തത് 7ന്റെ സ്ക്വയർ എത്രയാണ്? 49, അതും വരാം. ഇനി 8ന്റെ സ്ക്വയർ എത്രയുണ്ട്? 64, അത് വരാം. ഇനി 9ന്റെ സ്ക്വയറോ? 81. ഇനി 10ന്റെ സ്ക്വയർ വരുമോ? 10ന്റെ സ്ക്വയർ എത്ര വരും? 100 വരും. 100 വരുമ്പോൾ പ്രശ്നം എന്തുവാ? 100 എന്താണ്? മൂന്നക്ക സംഖ്യയാണ്. മൂന്നക്ക സംഖ്യ നമ്മൾ എടുക്കുകയോ ഇല്ല. നമുക്കുള്ളത് എന്താണ്? രണ്ടക്കമുള്ള സംഖ്യകളാണ് നമുക്ക് ആവശ്യം. എത്രയൊക്കെയാണ്? 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ എത്രയാണ്? 81. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി എഴുതാം അല്ലെ. പ്രോബബിലിറ്റി ഓഫ് എന്തിന്റെ പ്രോബബിലിറ്റി ആണ്? പ്രോബബിലിറ്റി ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ ആകാനായിട്ടുള്ള എന്ത്? പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത. പെർഫെക്റ്റ് സ്ക്വയർ ആകാനായിട്ടുള്ള സാധ്യത എന്താണെന്നാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ ഔട്ട്കമിനെ നമ്മൾ എന്തായിട്ട് എഴുതും? ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും. ടോട്ടൽ ഔട്ട്കം എത്രയുണ്ട്? അതായത് 10 മുതൽ 99 വരെ സംഖ്യകളുടെ എണ്ണം 90 എണ്ണമാണ് ടോട്ടൽ ഔട്ട്കം. ഇനി ഫേവറബിൾ ഔട്ട്കം, അതായത് ഇവിടുത്തെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ആയിട്ടുള്ള സന്ദർഭം എന്താണ്? പെർഫെക്റ്റ് സ്കോർ ആണ് വരുന്നത് അല്ലെ. ഇപ്പൊ പെർഫെക്റ്റ് സ്കോർ വരുന്നത് എത്ര എണ്ണം ഉണ്ട്? 16, 25, 36, 49, 64, 81, 2, 3, 4, 5, 6. എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണമാണുള്ളത്. അപ്പൊ അത് എഴുതും. 6 എഴുതി. 6/90. നമുക്ക് ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചെറുതാക്കി എഴുതാം അല്ലെ. എത്ര കൊണ്ട് ചെറുതാക്കാം? 3 കൊണ്ട് ചെറുതാക്കാം. 3 കൊണ്ട് ചെറുതാക്കാം എത്ര വരും? 2 വരും. താഴെ എത്ര വരും? 30 വരും ആണോ? ഇനി ചെറുതാക്കിയാലോ? ഇനി ചെറുതാക്കാം. എത്ര ഉണ്ട്? 1/15. എത്ര വന്നു? 1/15 എന്ന് വന്നു. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം വ്യക്തമായിട്ടും വായിച്ച് മനസ്സിലാക്കണം. രണ്ടക്ക സംഖ്യകളാണ്. അപ്പൊ 10നും 99 ഇടയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 10 തൊട്ട് 99 എത്ര സംഖ്യ ഉണ്ടെന്ന് കണ്ടെത്തി. നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു. ഇനി അതിൽ പെർഫെക്റ്റ് സ്കോർ എത്രയാണ് നമ്മൾ എഴുതി നോക്കി കണ്ടെത്തി. 6 എണ്ണമാണ്. ഇനി അതിന്റെ പ്രോബബിലിറ്റി എഴുതുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ട ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം. നമുക്ക് വേണ്ട ഔട്ട്കം എത്ര എണ്ണമാണ്? 6 എണ്ണം അല്ലേ. അതേ ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 90 എണ്ണം. അപ്പൊ 6/90 ചെയ്തു. 2/30 ആയി. ചെറുതാക്കി എത്ര കിട്ടി? 1/15 എഴുതി. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ടോപ്പിന്റെ പേരാണത് പേഴ്സ്. എന്താണ്? ജോഡികൾ എന്ന് പറയും. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ബാക്കി നമ്മൾ പഠിക്കണം. പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നോക്കുക, നമ്മുടെ കയ്യില് 2 പെട്ടികളുണ്ട്. ഇതാണ് 2 പെട്ടികളുണ്ട്. ഒന്നാമത്തെ പെട്ടി, രണ്ടാമത്തെ പെട്ടി ആണല്ലോ. ഈ ഒന്നാമത്തെ പെട്ടിയില് ഞാൻ 1 മുതൽ 4 വരെയുള്ള സംഖ്യകൾ എഴുതി ലോട്ട് ആയിട്ട് നമ്മള് ഞറുക്ക് എഴുതിയിടത്തില്ല. അതേപോലെ ഞറുക്കുകൾ എഴുതിയിട്ടില്ല. 1 തൊട്ട് എത്ര വരെ സംഖ്യകളാ? 4 വരെയുള്ള സംഖ്യ. ഓരോ ഞറുക്കുള്ള. ഇനി രണ്ടാമത്തെ പെട്ടിയിൽ എന്താണ്? 1 മുതൽ 2. അത് 1, 2 ഞാൻ എന്ത് ചെയ്യും? ഞറുക്കായിട്ട് എഴുതിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഒരാളെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വരിക. എന്നിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക? ഒരേ സമയം ഈ 2 പെട്ടിയിൽ നിന്നും ഓരോ ഞറുക്ക് വീതം എടുക്കണം. എന്താണ്? 2 പെട്ടിയിൽ നിന്നും എത്ര എണ്ണം എടുക്കണം? ഓരോന്ന് വീതം എടുക്കണം. ഒരെണ്ണത്തിന് മാത്രമാണോ? അല്ല, 2 എണ്ണത്തിൽ നിന്നും എടുക്കണം. ഓരോന്ന് ഒരേ സമയം ഇടത്തേക്കുണ്ട് വലത്തേക്കുണ്ട് ഓരോന്ന് എടുക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര പേഴ്സ് കിട്ടും? എത്ര ജോഡികൾ ഉണ്ടാക്കാനായിട്ട് കഴിയും? നമുക്ക് നോക്കാം. നോക്കിക്കേ, ആദ്യം അല്ലെങ്കിൽ വരുന്ന ആള് ആദ്യം ഇവിടുന്ന് എടുക്കുന്നത് 1 ആണെന്ന് സങ്കല്പിക്കുക.
ഇവിടുന്ന് 1 എടുത്തു. അപ്പോൾ അവിടുന്ന് ഇനി ഇവിടുന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടുന്ന് എത്ര എടുത്തു? 1 എടുത്തു. അപ്പൊ എത്രയായി? ആദ്യത്തെ ജോഡി 1 1 ആണല്ലോ. ഇവിടുന്ന് 1 ഇവിടുന്ന് 1. സംശയമില്ലല്ലോ. ഇതാ അടുത്തത് എന്താ? ഇവിടുന്ന് 1 എടുക്കുന്നു. അപ്പൊ അവിടെ എന്തായിരിക്കും എടുക്കേണ്ടത്? 2 ആയിരിക്കും. അപ്പൊ എത്രയായി? 1 2. സംശയമില്ലല്ലോ. ഇതാ ഇവിടുന്ന് എത്ര എടുക്കൂടെ? 2 എടുക്കും. അപ്പൊ അവിടെ എന്താ എടുക്കേണ്ടത്? 1 2 1. അടുത്തത് 2 2. ഇനി അടുത്തത് 2 തീർന്നല്ലോ. 3 1. അടുത്തത് 3 2. ഇനി അടുത്തത് ഇവിടുത്തെ 4 അവിടുത്തെ 1. അടുത്തത് 4 2. കണ്ടേ? ഒന്ന് നോക്കിക്കേ. ഇവിടെ എത്ര ഉണ്ടായിരുന്നു? 1 മുതൽ 4 വരെയുള്ള സംഖ്യകളാണ് എഴുതിയിട്ടിരുന്നത്. ഇവിടെയോ 1 ഉം 2 ഉം എഴുതിയിട്ടിരുന്നു. അപ്പൊ ഓരോന്ന് എടുക്കും. ഇവിടുന്ന് 1 എടുക്കുന്നു, അവിടുന്ന് 1 എടുക്കുന്നു. 1 1. അടുത്ത 1 2 2 1 2 2. അതായത് ആദ്യത്തെ ഗ്രൂപ്പിലെ ഓരോ സംഖ്യ കൊണ്ട് അതിന്റെ പേര് ചെയ്യണം അല്ലെ. ഇപ്പൊ 1 കൊണ്ട് പോയി, 2 പോയി, 3 പോയി, 4 പോയി അല്ലെ. ഇവിടെ ആകെ എത്ര സംഖ്യ ഉണ്ടായിരുന്നേ? 4 സംഖ്യ. ഇവിടെയോ 2 സംഖ്യ. ഇനി ആകെ നമ്മുടെ പേരുകൾ എന്ന് പറയാം. ടോട്ടൽ പേർ എത്ര? നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. ടോട്ടൽ പേഴ്സ് നമുക്ക് എത്ര കിട്ടി? ആകെ ജോഡികൾ എന്ന് പറഞ്ഞ എത്ര കിട്ടി? ടോട്ടൽ പേഴ്സ് എന്ന് പറഞ്ഞ എത്രയുണ്ട്? 8 എണ്ണമാണ്. എന്താണ്? ടോട്ടൽ പേഴ്സ് എത്രയാണ്? 8 എണ്ണം. ഇനി ആ ടോട്ടൽ പേഴ്സ് കണ്ടുപിടിക്കുന്ന മാർഗം കൂടി ഞാൻ പറഞ്ഞു തരാം വേണമെങ്കിൽ. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ എത്ര സംഖ്യ ഉണ്ട്? 4 സംഖ്യയാണ്. ആകെയുള്ള 4 സംഖ്യ. ഇവിടെ എത്ര സംഖ്യ ഉണ്ട്? 2 സംഖ്യ. ഇത് തമ്മിൽ എന്ത് ചെയ്താൽ മതി? നമ്മള് ഗുണിച്ചാൽ മതി. ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പേഴ്സ് കിട്ടും. നോക്കിക്കേ, 4 × 2 8 അല്ലേ? ഇനി നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ഇങ്ങനെയാണെന്ന് വിചാരിച്ചേ. ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എടുക്കുന്ന 2 സംഖ്യകളും 2 പെട്ടിയിൽ നിന്ന് എടുക്കുന്ന സംഖ്യകൾ ആണല്ലോ. A എന്നുള്ള പെട്ടി, B എന്നുള്ള പെട്ടി. 2 സംഖ്യകളും എന്താകണം? ഒരേപോലെ ആകാനായിട്ടുള്ള സാധ്യത എത്രയാണ്? 2 എടുക്കുന്ന A എന്ന് പറയുന്ന പെട്ടിയിൽ നിന്ന് എടുക്കുന്നത് B എന്ന് പറയുന്ന പെട്ടിയിൽ നിന്ന് എടുക്കുന്ന സംഖ്യ എന്തായിരിക്കണം? രണ്ടും ഒരേപോലുള്ള സംഖ്യ ആയിരിക്കണം. ഒരേ സംഖ്യ ആകാനായിട്ടുള്ള സാധ്യത എന്താണ്? നോക്കിക്കേ, ആദ്യത്തെ പെട്ടി ഇവിടെ നോക്കിക്കേ, രണ്ടും 1 ആണ് അല്ലെ. 1 1. ശരിയായല്ലോ. നമ്മൾ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അടുത്ത് നോക്കിക്കേ, പറ്റുമോ? ഇല്ല. 1 ഉം 2 ഉം ആണ്. അടുത്തതോ 2 ഉം 1 ഉം ആണ്. അടുത്തതോ 2 ഉം 2 ഉം ആണ്. അപ്പൊ അതും സാറ്റിസ്ഫൈ ചെയ്യും. ഇനി 3 1 പറ്റുമോ? 3 2 4 1 4 2. അപ്പൊ നമ്മൾ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ എത്ര പേരേ ഉള്ളൂ ഇവിടെ? 2 പേഴ്സേ ഉള്ളൂ ആണോ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? പ്രോബബിലിറ്റി ഓഫ് എന്തിന്റെ പ്രോബബിലിറ്റിയാ? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് രണ്ടും എന്ത് ബോത്ത് ഡിജിറ്റ്സ് ആർ സെയിം. 2 അക്കങ്ങളും 2 സംഖ്യകളും തുല്യമാകാനായിട്ടുള്ള സാധ്യത എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ആർ സെയിം. നമ്മൾ അങ്ങനെ എഴുതുന്നത് ടോട്ടൽ ഔട്ട്കം എത്ര? ടോട്ടൽ ഔട്ട്കം ടോട്ടൽ പേഴ്സ് എത്രയാണ്? 8. ഇനി നമ്മൾ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പേഴ്സ് എത്രയാണ്? 2. 2/8 ചെറുതാക്കിയാൽ 1/4. ശരിയല്ലേ ഉത്തരം? ഇത് നോക്കിക്കേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ആർ എന്ത്? ഡിഫറെന്റ്. 2 ഡിജിറ്റും എന്താകാനുള്ള സാധ്യത? ഡിഫറെന്റ് ആകാനായിട്ടുള്ള സാധ്യത എന്താണ്? കണ്ടുപിടിക്കാൻ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എന്തിന്റെ പ്രോബബിലിറ്റി ആണ്? ബോത്ത് ഡിജിറ്റ്സ് ആർ ഡിഫറെന്റ്. നോക്കിക്കേ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ടോട്ടൽ എപ്പോഴും എത്രയാണ്? 8 അല്ലേ? മാറ്റമില്ല. ഇനി ഡിഫറെന്റ് വരുന്നത് നോക്കിക്കേ, 1 2 3 4 5 6 6/8. അല്ലെങ്കിൽ വേറൊരു മാർഗം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ. എന്താണ്? ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എത്രയിലാണ്? 1-ലാണ് ആണോ. ആ 1-ൽ നിന്നും രണ്ടും ഒരേപോലുള്ള പ്രോബബിലിറ്റി കുറച്ചാ പോരെ? 1 - 2/8 കുറച്ചാ പോരെ? അവിടുത്തെ ഡിനോമിനേറ്റർ സെയിം ആക്കിയ പോലെ 8/8 ആയി. 8/8 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 8/8 - 2/8 ചെയ്താലും പോരെ? ദാറ്റ് മീൻസ് എത്ര കിട്ടും? 6/8. അതല്ലേ നമ്മുടെ എന്തിന്റെ പ്രോബബിലിറ്റി? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ആർ ഡിഫറെന്റ് എന്നുള്ളത്. നോക്കിക്കേ, ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്നും മറ്റേ പ്രോബബിലിറ്റി നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു. ഒന്നുകിൽ സംഖ്യകൾ രണ്ടും എന്താവും? ഒരേപോലെ വരാം. അല്ലെങ്കിലോ 2 സംഖ്യകൾ എന്ത് ചെയ്യാം? വ്യത്യസ്തപ്പെട്ട് വരാം. ഒരേപോലുള്ള പ്രോബബിലിറ്റി ഒരേപോലുള്ള സാധ്യത എന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ നിന്നും കുറച്ചാൽ പോരെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വ്യത്യസ്തമാകുന്ന സാധ്യതയായിരിക്കും കിട്ടുന്നത്.